Hi friends, I'm Sonia. Welcome back to my channel, Simple and Very Creative. ഈ വീഡിയോയിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന പൊൻസാനിയ പേപ്പർ ഫ്ലവർ എങ്ങനെ ഈസിയായി ഉണ്ടാക്കാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് കളറിലെ A4 സൈസ് ഷീറ്റ് 2 എണ്ണം, 1 യെല്ലോ പോംപോം, പിന്നെ ഫെവിക്കോൾ. ഫ്ലവറിന്റെ പെറ്റൽസിനായിട്ട് A4 സൈസ് ഷീറ്റിൽ നിന്നും 6x6 സെന്റിമീറ്ററിൽ 12 പീസസ്, സ്മോൾ പെറ്റൽസിനായിട്ട് 5x5 സെന്റിമീറ്ററിൽ 6 പീസസ്, പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ഹെക്സഗൺ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. പെറ്റൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ക്വയർ പീസസ് എല്ലാം ഫോൾഡ് ചെയ്യുക. ലാർജ് സ്ക്വയർസും സ്മോൾ സ്ക്വയർസും സെപ്പറേറ്റ് ആയി വെക്കണം. ഇനി ഫോൾഡ് ചെയ്ത പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് അല്ലാത്ത സൈഡിൽ ഒരു കർവ് ലൈൻ വരയ്ക്കുക. ഇനി വരച്ച കർവ് ലൈൻ കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ബേസിക് പെറ്റൽ ഷേപ്പ് കിട്ടും. എല്ലാ പെറ്റൽസിന്റെയും സൈസ് ഒരുപോലെ ആകുന്നതിന് വേണ്ടി ആദ്യം കട്ട് ചെയ്ത പെറ്റലിന്റെ സ്റ്റെംസ് എല്ലാ ഫോൾഡ് ചെയ്ത പേപ്പറിലും ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുക. സ്മോൾ പെറ്റൽസിന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെൻസിൽ ഉണ്ടാക്കി അത് ട്രേസ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തിരിക്കുന്ന പെറ്റൽസ് എടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. പ്ലീറ്റഡ് പെറ്റൽസ് കാണാൻ ഇതുപോലെ ഇരിക്കും. എല്ലാ പെറ്റൽസിലും ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് ഫോൾഡ് ചെയ്യണം. പ്ലീറ്റഡ് പെറ്റൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ഫോൾഡഡ് ലൈൻസ് ഒക്കെ ആയിട്ടുള്ള പെറ്റൽസ് ആകും. ഇതേ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പേപ്പർ ലീവ്സ് എല്ലാം ചെയ്യാവുന്നതാണ്. ഇനി കട്ട് ചെയ്തിരിക്കുന്ന ഹെക്സഗൺ അതിന്റെ സെന്റർ പോർഷൻ മാർക്ക് ചെയ്യുക. ഹെക്സഗണിന്റെ സൈഡ്സിൽ, പോയിന്റഡ് ഏരിയ അല്ല, സൈഡ്സിൽ ഓരോ ലാർജ് പെറ്റൽസും എടുത്ത് പെറ്റൽസിന്റെ ബേസ് ഹെക്സഗണിന്റെ സെന്ററിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുക.
6 ലാർജ് പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് ഫ്ലവറിന്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യുക. ഫ്ലവറിന്റെ സെക്കൻഡ് ലെയറിനായിട്ട് ലാർജ് പെറ്റൽ എടുത്ത് ആദ്യത്തെ ലെയറിലെ 2 പെറ്റൽസിന്റെ നടുക്ക് പ്ലേസ് ചെയ്ത് പെറ്റൽസിന്റെ ബേസിൽ ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുക. ഫ്ലവറിന്റെ തേർഡ് ലെയറിൽ സ്മോൾ പെറ്റൽ എടുത്തിട്ട് സെക്കൻഡ് ലെയറിലെ 2 പെറ്റൽസിന്റെ നടുക്ക് പ്ലേസ് ചെയ്തിട്ട് പെറ്റലിന്റെ ബേസിൽ ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുക. എല്ലാം സ്റ്റിക്ക് ചെയ്തതിനു ശേഷം ഒരു യെല്ലോ പോംപോം എടുത്ത് അതിന്റെ ഗ്ലൂ ഉപയോഗിച്ച് സെന്ററിൽ സ്റ്റിക്ക് ചെയ്യുക. പോംസാൻഡി പേപ്പർ ഫ്ലവർ കംപ്ലീറ്റ് ആയി. Hope you all like it. Please let me know your comments and press the like button to this video if this was useful. Thanks for watching.